ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ദോശയ്ക്കും ഇഡലിക്കും ഒരുപോലെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയുള്ളി, 2 തക്കാളി ഇന്ന അളവിലാണ് ഇതെടുക്കേണ്ടത് കേട്ടോ. അപ്പം നിങ്ങൾ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 വലിയുള്ളി എടുക്കുകയാണെങ്കിൽ 4 തക്കാളി എടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ അതിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. രണ്ടും നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കുക ആദ്യം. പിന്നെ ആ ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലോട്ട് ആദ്യം ഞാൻ ചേർക്കുന്നത് 4 വലിയ വറ്റൽമുളകാണ്. മുറിച്ച് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഫസ്റ്റ് മാജിക് ഇൻഗ്രീഡിയൻ്റ് എന്ന് ഞാൻ വിളിക്കുന്ന വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ്, 5 എണ്ണമാണ്, 5 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വെളുത്തുള്ളി നന്നായി മൂത്ത് ബ്രൗൺ നിറമാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് ബ്രൗൺ നിറാക്കിയതിന് ശേഷം മാത്രം സെക്കൻഡ് മാജിക് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ വിചാരിക്കുന്ന കടലപ്പരിപ്പ്, അത് നല്ലോണം ഒരു പിടി എടുത്തിട്ടുണ്ട്. അത് അതിലോട്ട് നമ്മൾ പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കുക. ഈ കടലപ്പരിപ്പ് നന്നായി മൊരിഞ്ഞ് വരണം. ലൈറ്റ് ബ്രൗൺ നിറമായിരുന്നു തോന്നുമ്പോൾ മാത്രം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം ചില സവോളകൾക്ക് വെള്ളത്തിൻ്റെ അളവ്, വാട്ടർ കണ്ടന്റ് നല്ലോണം കൂടുതലായിരിക്കും. അപ്പോൾ ഏത് കറി വെക്കുകയാണെങ്കിലും സവോള വഴറ്റുന്ന സമയത്ത് അതിൻ്റെ വെള്ളം മുഴുവൻ വറ്റിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ ഉപ്പ് കൊണ്ട് ആഡ് ചെയ്യരുത്. അപ്പോൾ അത് വഴഞ്ഞ് കിട്ടുള്ളൂ, ഒരു ഇങ്ങനെ കുതിർന്ന പോലെ ഒരു വഴഞ്ഞ് കിട്ടുള്ളൂ, നന്നായി മൊരിഞ്ഞ് കിട്ടില്ല. അപ്പം ഞാനിവിടെ വെള്ളം ഒന്ന് പോയി കിട്ടുന്നത് വരെ ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം പോയതിന് ശേഷമാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. ഉപ്പ് ഇട്ട് അതുപോലെ തന്നെ നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വരുമ്പം മാത്രം നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കും. അപ്പോൾ തക്കാളി ഉടഞ്ഞു വരുന്നില്ല. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് ഇളക്കിയാൽ തന്നെ നമുക്കത് ഉടഞ്ഞു കിട്ടൂല. അധികം പഴുക്കാത്തത് ഉണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്ത പോലെ ഒരു അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ഒന്ന് വെന്ത് കിട്ടും. തക്കാളി ഒന്ന് വെന്തതിന് ശേഷം പിന്നീട് തവി വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ആവിയിൽ കിടന്ന് തക്കാളി നന്നായി ഒന്ന് ഉടഞ്ഞൊന്ന് തോന്നുമ്പോഴാണ് ഞാൻ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തത്. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില അല്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത് നല്ലോണം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചൂട് മൊത്തം പോയതിന് ശേഷം മാത്രം നമ്മൾ ഇതൊരു മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായി ഒന്ന് വെള്ളം ചേർക്കാതെ, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയത് ചെറിയ തരിതരിപ്പോടെ അരച്ചെടുക്കുന്നതിനാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് താല്പര്യമില്ല, നന്നായി അരിഞ്ഞു വേണമെന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മളിതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. താളിപ്പിനായിട്ട് ഇതുപോലെ ആദ്യം പാന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ടു. പിന്നെ 1 വറ്റൽമുളക്, പിന്നെ അല്പം കറിവേപ്പില, പിന്നെ 1 സ്പൂൺ കടലപ്പരിപ്പ് കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് താളിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് അരപ്പിട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് നല്ല കട്ടിക്ക് ചമ്മന്തി വേണമെന്നുള്ളവർ അങ്ങനെ യൂസ് ചെയ്യാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു 3/4 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പരിപ്പ് ഇട്ടത് കൊണ്ട് നല്ല കട്ടിക്കായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇനി വേറൊന്നും ചെയ്യാനില്ല. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കുക. പിന്നെ തീ ഓഫ് ചെയ്ത് നമ്മൾ കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചൂടോടെ കൂടെ തന്നെ ദോശയുടെ കൂടെയോ ഇഡലിയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ കുറേ ചമ്മന്തി കഴിച്ചതിൽ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.